കാര്യങ്ങൾ എഴുതുക. കഴിഞ്ഞ ദിവസം, അതായത് ഒരു 3 ദിവസം മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. എൻ്റെ ഒരു സ്പോൺസർ എനിക്ക് അയച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ അത് കണ്ടത്. അപ്പോൾ പുള്ളിക്കാരി അതിനകത്ത് ഒരുപാട് ഞാൻ ഫ്രോഡാണെന്ന്, ഞാൻ ചാരിറ്റി ബിസിനസ് ആയിട്ട് നടത്തുന്ന ഒരാളാണ് എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് ഡിപ്രഷന്, മനോവേദന, അപമാനം, കണ്ണുനീര് ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പോസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഹായ് ഗൈസ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേഡ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതിൻ്റെ കൂടെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, ഇപ്പോൾ നമ്മുടെ ആളുടെ പേര് ഉദയഗിരിജ. അപ്പോൾ ഈ ഉദയഗിരിജയിലോട്ട് വരുന്നതിന് മുമ്പ് ഹൂ ഈസ് ഉദയഗിരിജ എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ, റീസെൻ്റ്ലി വൈറലായിട്ടുള്ള ഒരു കപ്പിളുണ്ട്, അനാമിക വിഷ്ണു എന്നാണ്. അപ്പോൾ ഇവർ വൈറലാവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, വിഷ്ണു എന്ന് പറയുന്ന ആൾ ഒരു അനാഥാലയത്തിൽ അന്തേവാസിയായിട്ടുള്ള അനാമികേനെ 18 വയസ്സായപ്പോൾ എന്ത് ചെയ്തു, വിവാഹം ചെയ്തു. ആൻഡ് വിഷ്ണു എന്ന് പറയുന്ന ചെക്കൻ അനാമികേനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് ഈ അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരി, എന്താ പറയുക, ഡയറക്ടറാണ്. ആൻഡ് ഈ വിഷ്ണുവിൻ്റെ അമ്മയാണ് ആര് എന്ന് പറയുന്നത്, ഈ ഉദയഗിരിജ. ടെക്നിക്കലി പറഞ്ഞപ്പോൾ കോംപ്ലിക്കേഷൻ വന്നു, ഒന്നുമില്ല. ഈ ഉദയഗിരിജയുടെ മോന് ആ അനാഥാലയത്തിൽ നിന്നൊരു പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ അവരുടെ പ്രസവവും അങ്ങനത്തെ കുറേ കോൺട്രവേഴ്സീസ് കാര്യങ്ങളൊക്കെ വന്നു. 7 മാസം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്തോ ഈ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. അതിന് ശേഷമാണ് കല്യാണം നടത്തി കൊടുത്തത്. ഇങ്ങനെ കുറേ അലിഗേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഈ അനാഥാലയത്തെ കുറിച്ചിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരികയാണ്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലേഡി വന്ന് ഈ അനാഥാലയത്തിലെ ചില സ്വഭാവ അല്ലെങ്കിൽ ഇവരുടെ കുറച്ച് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്തു പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഓൾറെഡി അയച്ചു കൊടുത്തു. അപ്പം എനിക്ക് ആ ആൾ വീഡിയോ ഷെയർ ചെയ്തു തന്നു. ഞാനും ആ പെർട്ടിക്കുലർ വീഡിയോ ഇരുന്ന് കണ്ടു. ഒരു 4 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ ചില കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഭാഗമായിട്ട് എനിക്ക് ആ വീഡിയോ ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ പുറത്ത് വിടുന്നില്ല, ഞാനും ആളും വിട്ടിട്ടില്ല. അപ്പം ആ ടോപ്പിക്കിനെ പറ്റി ഞങ്ങളിങ്ങനെ സംസാരിച്ച സമയത്താണ് ഈ പെർട്ടിക്കുലർ വീഡിയോ എൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ അനാമിക വിഷ്ണു എന്ന് പറയുന്ന കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം എന്നുള്ള രീതിയിലും പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണിത്. ഒരു ലെങ്തി വീഡിയോ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഏകദേശം ഈ വീഡിയോ കംപ്ലീറ്റ് ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എഴുതുക. കഴിഞ്ഞ ദിവസം, അതായത് ഒരു 3 ദിവസം മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. എൻ്റെ ഒരു സ്പോൺസർ എനിക്ക് അയച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ അത് കണ്ടത്. അപ്പോൾ പുള്ളിക്കാരി അതിനകത്ത് ഒരുപാട് ഞാൻ ഫ്രോഡാണെന്ന്, ഞാൻ ചാരിറ്റി ബിസിനസ് ആയിട്ട് നടത്തുന്ന ഒരാളാണ് എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് ഡിപ്രഷന്, മനോവേദന, അപമാനം, കണ്ണുനീര് ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പോസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആദ്യം അത് ബോധ്യപ്പെടുത്തണം. അപ്പം അത് ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് ബോധ്യപ്പെടുത്തണമല്ലോ. ഈ കോൺട്രവേഴ്സിയുടെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലേഡി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ പോസ്റ്റിൽ ആൾ വ്യക്തമായി ഈ പെർട്ടിക്കുലർ ലേഡി വളരെ ഫ്രോഡാണ്, അവർ പല രീതിയിൽ അലിഗേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ലേഡി തന്നെയാണ് എൻ്റെ ഫ്രണ്ടിനെ കണക്ട് ചെയ്തിട്ട് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ കൊടുത്തതും ഞാൻ ആ വീഡിയോ കണ്ടതും. അപ്പം എന്താണ് ഈ ലേഡീൻ്റെ സൈഡിൽ നിന്ന് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് ഇവർ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. 2022, അതായത് ജൂലൈ 6-ാം തീയതിയാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സ്ത്രീ ഇവിടെ ജോലിക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ അവർ ജോലിക്ക് വന്നതല്ല. കാരണമെന്ന് വെച്ചാൽ നമ്മൾ ചിൽഡ്രൻസ് ഹോമിൽ ബാർഡനായിട്ടാണ് അവളെ അപ്പോയിൻമെന്റ് ചെയ്തത്. പക്ഷെ അവള് അന്ന് രാത്രി ഓൾഡ് ഏജ് ഹോമിൽ കയറി അമ്മമാരെ നിർബന്ധിച്ച് അമ്മമാരുടെ വീഡിയോ എടുത്തു. അതെല്ലാം നമ്മുടെ ക്യാമറയിൽ, നമ്മുടെ ഓൾഡ് ഏജ് ഹോമിലും ചിൽഡ്രൻസ് ഹോമിലും നമ്മുടെ ഓഫീസിൽ ഉൾപ്പെടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം ഇവര് അന്ന് കയറി അമ്മമാരെയൊക്കെ കൊണ്ട് നിർബന്ധിച്ച് ക്യാമറ എടുത്തു. നിങ്ങൾക്ക് ഈ സ്ഥാപനം ഇവിടെ വന്നവർക്കറിയാം, ചിൽഡ്രൻസ് ഹോമും ഓൾഡ് ഏജ് ഹോമും രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം 2 ബിൽഡിംഗ് ആണ്, ഇടയ്ക്ക് മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പം ചിൽഡ്രൻസ് ഹോമില് വാർഡനായിട്ട് വന്ന ഒരാൾക്ക് ഓൾഡ് ഏജ് ഹോമിൽ കയറേണ്ട കാര്യമില്ല. പക്ഷെ ഇവര് കയറി ഓൾഡ് ഏജ് ഹോമിൽ കയറി അമ്മമാരുടെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അതേപോലെ എനിക്കെതിരായിട്ടൊരു വീഡിയോ ഞാനൊരു പെണ്ണല്ലേ, അപ്പൊ ഒരു പെണ്ണിന് ഇത്രയും സ്ഥാപനം ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ട് നടത്താൻ പറ്റുമോ? അപ്പൊ ഇതിനെ തകർക്കാനെ കൊണ്ട് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് അയച്ച ഒരാളായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയത്. വീഡിയോ എടുത്തു. ഇതേപോലെ നമ്മുടെ ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അന്ന് കുഞ്ഞുങ്ങൾ പ്രതികരിച്ചതിന് നമുക്ക് കുഞ്ഞുങ്ങളും
ഇതിലിവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചിൽഡ്രൻസ് ഹോമിലെ വാർഡനായി വന്നിരിക്കുന്ന ഈ ലേഡി ഓൾഡ് ഏജ് ഹോമിൽ പോയി വീഡിയോ എടുത്തു എന്നാണ്. അപ്പോൾ ഇവിടെ എനിക്ക് വരുന്ന ഒരു 3-4 ഡൗട്ട്. ആദ്യത്തെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അന്തേവാസിയായി നിൽക്കുന്ന അല്ലെ ഇത്രയും കാലം നിങ്ങളുടെ പ്രൊട്ടക്ഷനിൽ നിന്നിട്ടുള്ള ഈ ചിൽഡ്രൻസ് ഹോമിലെ ആണെങ്കിലും ഓൾഡ് ഏജ് ഹോമിലെ ആൾക്കാരാണെങ്കിലും അവരെങ്ങനെയാണ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആവുന്ന രീതിയിൽ ഒരു വീഡിയോ കൊടുക്കുക? അതെൻ്റെ ആദ്യത്തെ ഡൗട്ടാണ്. കാരണം ഇപ്പോൾ അറിയാത്തൊരു ലേഡിയാണ്, ഫസ്റ്റ് ടൈം വരികയാണ്. അപ്പോൾ അവർ വന്ന പാട് തന്നെ ഒരു വീഡിയോ എടുക്കാൻ പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് നിങ്ങൾ മോശമായ രീതിയിൽ അവരൊരു വീഡിയോ പറയുക എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഫസ്റ്റ് ബേസിക്കായി വന്നു. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഒരു ജോലിക്ക് ഫസ്റ്റ് ഡേ കയറുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര ഫാസ്റ്റായിട്ട് പോയിട്ട് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ചെയ്യുക? അതിന് മാത്രമുള്ള ഒരു റൈറ്റോ അല്ലെങ്കിൽ അതിന് മാത്രമുള്ള ഒരു സ്പേസ് നിങ്ങൾ കൊടുത്തിരുന്നോ? ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ ക്യാമറ സിസ്റ്റം ഉണ്ടെങ്കിൽ അവർ ആ രീതിയിൽ വീഡിയോ കാര്യങ്ങളും എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതൊരു ആക്ഷൻ ആക്കി എടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല? കാരണം ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന പേഷ്യൻസ്, ഇപ്പോൾ എൻ്റെ സ്ഥാപനമാണ് പേഷ്യൻസ് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ക്ലയൻസിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വിടുക എന്ന് പറയുന്നത് ലീഗലി പണിഷബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കരുതി എനിക്ക് ഒരിക്കലും എൻ്റെ പേഷ്യൻ്റെ ഫോട്ടോ എനിക്ക് ആക്കാൻ പറ്റില്ല. അവർ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ വന്ന് ഈ രീതിയിൽ വീഡിയോ എടുത്ത് ഇതൊക്കെ ചെയ്യുന്നത് അന്ന് തന്നെ എന്തുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്തിട്ട് അവരുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത ആൾക്കാരെടുത്തോ എന്നൊന്നും സംസാരിച്ചില്ല. ഇവരുമായിട്ട് വഴക്കുണ്ടായി, ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. നമ്മുടെ ഒരു ജീവനക്കാരി നമ്മുടെ സ്ഥാപനത്തിൽ മോശമായിട്ട് ഒരു ദിവസം വന്നാലും എത്ര ദിവസം ജോലി ചെയ്താലും മോശമായിട്ട് പ്രതികരിച്ചാൽ, മോശമായിട്ടൊരു കാര്യം ചെയ്താൽ, ഒരു അമ്മ എന്ന രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ എൻ്റെ അമ്മമാരോടോ മോശമായിട്ട് പ്രതികരിച്ചാൽ ഞാനത് അവരെ പിന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു പ്രശ്നമായി അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് ഇവര് നേരെ ചെയ്തത് അവിടെ ഇവിടെ അതിനു മുന്നേ ആദ്യമേ അവർ കുടുംബൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവിടുന്ന് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇത് അടൂർ സ്റ്റേഷന്റെ പരിധിയാണെന്ന് പറഞ്ഞു. ഇവർ അടൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു. കുടുംബൻ സ്റ്റേഷനിൽ നിന്ന് ഇവരെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ, ആൻഡ് ഇതിനിടയിൽ എനിക്ക് വന്നൊരു തോട്ടാണ്, ഇൻകം സോഴ്സിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഇൻകം സോഴ്സിന് ജോലിക്ക് വന്നിട്ടുള്ള ഒരു ലേഡി ആ സ്ഥാപനത്തിന് വീഡിയോ എടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ ലേഡീനെ ബാധിക്കുമെന്നൊരു ബോധ്യം ആ ലേഡിക്ക് ഉണ്ടാവില്ലേ? പിന്നെ എന്തിനാണ് അവർ ഈ രീതിയിലുള്ള പ്രവൃത്തി ചെയ്തത്? ഇതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതുകൊണ്ട് ചോദിക്കുകയാണ്. മേ ബി എൻ്റെ ഈ വീഡിയോ എൻ്റെ കാണുന്നതിൽ അതിലൊരു ക്ലാരിറ്റി കിട്ടുമായിരിക്കും. എന്തായാലും ബാക്കിയും കൂടെ കാണാം. ലൈവ് വീഡിയോ ഇട്ട് അപ്പൊ വീഡിയോ ഇട്ടപ്പോഴത്തേന് ഞാൻ അപ്പൊ പ്രതികരിച്ചു. ഞാൻ അടൂർ സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. അവര് ഇവിടുത്തെ ക്യാമറ ഉൾപ്പെടെ അവർ ചെയ്ത പ്രവൃത്തി ക്യാമറ ഉൾപ്പെടെ ഞാൻ അടൂർ സ്റ്റേഷനിൽ ഹാജരാക്കി. അങ്ങനെ അടൂർ സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ചു വരുത്തി അവരെ വഴക്ക് പറഞ്ഞു, ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അവരെ കൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അവര് ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല, ചെയ്തിട്ടില്ലായിരുന്നെന്ന് ഞാൻ ഈ 2 ദിവസം മുന്നേ എനിക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെ ചെയ്യിപ്പിച്ചു, അവരെ പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞൊരു സാധനത്തിനുള്ള ക്ലാരിഫിക്കേഷനാണ് ഇപ്പോൾ അവർ പറയുന്നത്. പിന്നെ അവർ വീഡിയോ കാര്യങ്ങൾ ഇടാൻ വന്നപ്പോൾ കേസ് കൊടുത്തു, ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷെ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന രീതിയിലാണ്. പക്ഷെ ഡിലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരു ഉറപ്പ് വരുത്തേണ്ടിയിരുന്നു. വരുത്താത്തത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ വന്നത്. പിന്നെയെന്ന് വെച്ചാൽ അവര് അതിനകത്ത് ഇട്ടേക്കുന്നു 2022 അവര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, അതേപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക്, മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെസിപ്റ്റും കേസ് കൊടുത്തതും എല്ലാം അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുഴുവൻ ഇവിടെ അന്വേഷണത്തിന് ആള് വന്നു. ഇവിടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പ് ഉൾപ്പെടെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവിടെ അവര് അന്വേഷണത്തിന് വന്നു. ഈ പറയുന്ന ഈ വീഡിയോയിലുള്ള അമ്മയോട്, ഈ അമ്പിളിയോട്, ബാക്കി കുഞ്ഞുങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് നമുക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ ബുക്ക് ഉണ്ട്, അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കുഴപ്പവും ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അത് കണ്ടു ബോധ്യപ്പെടാം. ഇവര് കൊടുത്ത അപേക്ഷ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുത്ത പരാതി അവര് നമ്മുടെ പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവർക്ക് ഇവിടെ തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് അവർ തിരിച്ചു പോയത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന്
അറിയില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഒരു വീഡിയോ എടുത്തതിൻ്റെ പുറത്ത് നിങ്ങൾ ഇറക്കി വിട്ടു എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ എന്തായാലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇഷ്യൂ അല്ല നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ളത്. ഒരു ജോയിൻ ചെയ്ത ഒരു സ്റ്റാഫ് ഒരു വീഡിയോ എടുത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഇറക്കി വിട്ടതല്ല. അവർക്ക് ശരിക്കും നിങ്ങളോട് ഒരു റിവെഞ്ച് മൈൻഡ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ കേസ് കൊടുക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം അവർ കോടതിയിൽ പോയി കൊടുക്കുന്നു, അവിടുന്ന് ഒരു ഇൻസ്പെക്ഷൻ വരുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം എന്തോ ഒരു തരത്തിലുള്ള പ്രശ്നം നിങ്ങളുടെ ഇടയിൽ നടന്നു. അല്ലെങ്കിൽ നിങ്ങളോടുള്ള വാശീൻ്റെ പുറത്ത് മനഃപൂർവ്വം കാണിച്ചു കൂട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതൊരു ചെറിയൊരു തൊഴിൽ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരു ബോസും ഇവരും തമ്മിലുള്ള ഒരു തെറ്റിൻ്റെ പുറത്തുണ്ടായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രശ്നമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറയുന്നത്, ഇവർ ഇൻസ്പെക്ഷന് വന്നു, അന്തേവാസികൾ വന്നു, സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് ഫൈൻ. ഒരു കേസ് വന്ന് ഓഫ് കോഴ്സ് ഇൻസ്പെക്ഷന് വരും. ഇൻസ്പെക്ഷന് വരുന്ന സമയത്ത് എത്രമാത്രം സത്യം പുറത്ത് വരും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇൻസ്പെക്ഷൻ ഉണ്ട് എന്നറിയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നിൽക്കുന്നതൊക്കെ നമ്മൾ സിനിമയിൽ കാണലുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ വരുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറയണം, ഈ രീതിയിൽ പെരുമാറണം, ഇങ്ങനെ പെർഫെക്റ്റ് ആക്കി വരണം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന ആൾക്കാർക്ക് ആരും ടേക്ക് കെയർ ചെയ്യാനില്ലാത്ത ആൾക്കാർ, അച്ഛനോ അമ്മയോ കുടുംബക്കാരോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ, അപ്പോൾ അവരുടെ ഒരു തുണ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരൊരിക്കലും നിങ്ങൾക്കെതിരെ പറയില്ല. പറഞ്ഞാൽ തന്നെ അവർ പുറത്തു പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും. അപ്പം അതൊക്കെ ഈ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇതെങ്കിൽ ഇതിൻ്റെ പേരിൽ ഇങ്ങനത്തെ രീതിയിൽ അലിഗേഷൻസ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, വളരെ തെറ്റായിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഇനിയും ഇതിലോട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം നിങ്ങൾ പറഞ്ഞു എൻ്റെ ഒരു സ്പോൺസറാണ് എനിക്ക് വീഡിയോ അയച്ചു തന്നതെന്ന്, അപ്പോൾ അവരെ പോലെയുള്ള ആൾക്കാർക്ക് പിന്നെ ഇതിലോട്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തോന്നില്ല. കാരണം ഇങ്ങനെ അഴിമതിയാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ. അപ്പം ഇത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ മസ്റ്റായിട്ട് ലീഗലി ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇത്രയും ആൾക്കാർക്ക് പരാതി കൊടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും പൂട്ടാനെ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യാതിരിക്കുമോ? 2022 ഒരു കേസ് കൊടുത്താൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് അവർ കേസ് കൊടുത്തപ്പം അതിനൊരു റിയാക്ഷൻ ഉണ്ടാവാതിരിക്കുമോ? അപ്പൊ അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. നിങ്ങൾ അത് പരാതി കൊടുത്തിട്ട് എന്തായി എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. നമ്മുടെ ഇവിടെ അല്ല, ഇൻസ്പെക്ഷന് വന്നു, ഇവിടെ ഒരു തെറ്റുകുറ്റവും ഇല്ല എന്ന് കണ്ട് അവർ ബോധ്യപ്പെട്ട് അവർ തിരിച്ചുപോയി. സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും അമ്മമാരെ നമുക്ക് ഓരോ ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാരെ ഇവിടെ ആക്കുന്നുണ്ട്. ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ CWC വഴിയാ നമുക്ക് ഇപ്പോഴും കുഞ്ഞുങ്ങളെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ 70 പേരോളം ഇവിടെ. ഇവർ പറഞ്ഞതനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഈ സ്ഥാപനം നടത്തുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ ഇല്ലാത്തൊരു അലിഗേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇവർ പണിഷ് ചെയ്യേണ്ട ഒരാൾ തന്നെയാണ്. കാരണം ഇന്ന് ഈ ലോകത്ത് മറ്റൊരാളെ സഹായിക്കാൻ തോന്നുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുന്ന ആൾക്കാരോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേരെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ അനാഥാലയത്തിൻ്റെ വീഡിയോ വന്ന പാട് ഇതിനെ നെഗറ്റീവ് കമൻറ്റ് പറയുന്ന ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ അവർക്കും ഒരു ഇതുണ്ടാവില്ല. അതിൽ നിന്ന് ഇവരെന്ന് പറയുന്ന ഒരു ലേഡി ഒരു 70 ആളെ ടേക്ക് കെയർ ചെയ്തു, അതിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരു ലൈഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വാസ് എ ഗ്രേറ്റ് തിങ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ രീതിയിൽ പണിഷ്മെൻറ്റ് കിട്ടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോത്തിനാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പം വരുന്നത് മൊത്തം അനാമിക വിഷ്ണുവിന്റെ കാര്യമാണ്. അനാമിക വിഷ്ണുവിന്റെ കാര്യം, ഈ അനാമിക അനാഥയായതുകൊണ്ട് അല്ലെങ്കിൽ അനാമിയ ചോദിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു. ഈ അനാമികയെ 18 വയസ്സ് കഴിഞ്ഞ് ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അനാമികയുടെ അമ്മ മരിച്ചു പോയതാണ്, അച്ഛൻ ഉപേക്ഷിച്ചതാണ്. CWCയുടെ മുന്നിൽ വന്ന അച്ഛൻ എൻ്റെ മുന്നിൽ വെച്ചാണ് അവളെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയാണ് അനാമിക. പിന്നെ അനാമിക ഇപ്പം വളരെ സന്തോഷത്തോടെ കഴിയുന്നത്. അനാമിക പ്രഗ്നന്റ് ആയി, അനാമിക പ്രസവിച്ചു, ഒരു പെൺകുഞ്ഞായി. അവരവരുടെ കുടുംബത്തോടെ സന്തോഷമായിട്ടല്ലേ കഴിയുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ വന്ന് അങ്ങനെ ഇങ്ങനെ മാടയ കോടെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എനിക്കറിയത്തില്ല. ഒരു കുടുംബം തകർക്കാനെ കൊണ്ട് എളുപ്പമല്ലേ. നമ്മൾ ആ ഒരു കുടുംബത്തിന് ഒരാൾക്കെങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്, ഇത് സത്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരിപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, അവർ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്തിനാണ് ഇല്ലാത്ത പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ അനാമിക വിഷ്ണു എന്ന് പറയുന്ന ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വെറുതെ അല്ല. കുട്ടി എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഞാൻ വീഡിയോയിൽ കൺവേ ചെയ്ത കാര്യം കേട്ടിട്ടായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളൊരു ഡയലോഗോ നമ്മളുടെ ഒരു നോട്ടോ നമ്മളുടെ ഒരു ആക്ഷനോ നമ്മളുടെ ഒരു വേർഡോ മതി. പക്ഷെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയ പാടാണ്.
അപ്പം ഇവർ ഈ പറഞ്ഞ ഈ കാര്യത്തിനോട് ഒരു വീഡിയോ ചെയ്ത വ്യക്തി എന്ന നിലയിൽ ഞാനും ഇതേ പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ശ്രമിക്കുക. റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇടുന്നത് നല്ലതാണ്, പക്ഷെ ഇവിടെ വന്ന് ഇതിന്റെ സത്യാവസ്ഥകളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഈ അനാമികയെ എന്റെ മോന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ സന്ധ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ആരും അതിനെ കുറിച്ച് അറിഞ്ഞില്ലേ? സന്ധ്യയും 18 വയസ്സായപ്പോഴാണ് സന്ധ്യയെ ഞാൻ വിവാഹം കഴിപ്പിച്ച് വിട്ടത്. ഈ സന്ധ്യയെ ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു. അതൊന്നും ഇതിനകത്ത് വരുന്നില്ല. സന്ധ്യ എന്ന് പറയുന്ന കുഞ്ഞു എനിക്ക് 8 വർഷം മുന്നേ എനിക്ക് കിട്ടിയ മോളാണ്. അവളെയും ഞാൻ വിവാഹം കഴിച്ചു വിട്ട് അവൾക്കും ഒരു കുഞ്ഞുണ്ട്. അനാമികയെ ഞാൻ കല്യാണം കഴിച്ചു വിട്ട് അവൾക്കും ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. അവരെല്ലാം നല്ല സന്തോഷമായിട്ട് കഴിയുന്നു. നിങ്ങൾ എന്തിനാണ് ജീവമാത എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഇത്രയും 10-70 പേര്, നിങ്ങൾക്ക് ഒരാളെയെങ്കിലും ഒരു ദിവസം സംരക്ഷിക്കാൻ പറ്റുമോ? ഇവിടെ 10-70 പേരുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങള്, എൻ്റെ അമ്മമാര് 10-70 പേര് ഇവിടെ ഉണ്ട്. അവരുടെ അന്നം മുട്ടിക്കാൻ നിങ്ങൾ എന്തിനാണ് ഈ റിയാക്ഷൻ വീഡിയോ ഇട്ടുകൊണ്ട് ഇതിന്റെ പുറകെ വരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായ രീതിയിൽ തോന്നിയാൽ നിങ്ങൾ നേരിട്ട് ഇവിടെ വാ. ഞാൻ നിങ്ങളുമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മമാരെ എങ്ങനെ കഴിയുന്നു, അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ CWCയുടെ പെർമിഷന്റെ ഓർഡർ ഒക്കെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഫയലുണ്ട്. ഇന്ന് ഇവിടെ ചൈൽഡ് പ്രൊട്ടക്ഷന്റെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എല്ലാ ആഴ്ചയിലും മാസത്തിലും കൃത്യമായിട്ടും ഈ സ്ഥാപനം തന്നെ അല്ല കേട്ടോ, എല്ലാ സ്ഥാപനം. ഞാൻ എൻ്റെ സൈഡ് ഓഫ് ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്. ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോയും വെറുതെ എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോ ഇടുന്ന സമയം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ വീഡിയോ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് ഇടുക. ലേറ്റ് ആയിട്ട് ഇടാൻ 2 റീസൺ ഉണ്ട്. ഒന്ന്, എനിക്ക് ടൈമില്ല. കാരണം ഞാനൊരു വർക്കിംഗ് വുമണാണ്. എനിക്ക് ജോബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പക്കാ ക്ലാരിറ്റി കിട്ടണം. എന്നാൽ മാത്രമേ ഞാൻ എപ്പോഴും എന്ത് ചെയ്യലുള്ളൂ, വീഡിയോ ചെയ്യില്ല. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം വേണ്ടി വരും, 3 ദിവസം വേണ്ടി വരും. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നത് ഒരിക്കലും എനിക്ക് തോന്നിയ ഒരു അസംഷൻസ് പറയല്ല. എനിക്ക് കേട്ട് മനസ്സിലാക്കി എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് എങ്ങനെയാണോ പറയാൻ തോന്നുന്നത് ആ രീതിയിൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. നിങ്ങൾ പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലാവും, ഇതൊരു കോൺഫിഡൻഷ്യൽ സ്ഥാപനമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ പേഷ്യൻസിനെ കാണാൻ ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ നമുക്ക് അലൗ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ അലൗ ചെയ്യൂ. അല്ലാത്ത ഒരാളെയും നമ്മൾ ക്ലയൻസിൻ്റെ അടുത്തോട്ട് വിടാനോ സംസാരിക്കാനോ ഫോട്ടോ ഇടാനോ ഒന്നിനും സമ്മതിക്കില്ല. കാരണം കോൺഫിഡൻഷ്യാലിറ്റി ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് ഉണ്ട്. പിന്നെ വെറുതെ ഒന്നും ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ റൺ ചെയ്ത് പോകാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഇങ്ങനത്തെ തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് അവിടെ നല്ല രീതിയിലുള്ള പീഡനങ്ങൾ അവിടുത്തെ ഇൻമേറ്റ്സ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഇത് അനുഭവിക്കേണ്ടി വരുന്ന സമയത്താണ് ആരെങ്കിലുമൊക്കെ ഒരു കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിനെ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്ഥാപനം ജീവമാത എന്ന് പറയുന്ന സ്ഥാപനം ഡയറക്ടർ ഉദയ ഗിരിജ എന്ന് പറയുന്ന ലേഡി വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. നിങ്ങളുടെ അവിടെ ഒരു കള്ളത്തരോ അല്ലെങ്കിൽ പറ്റിക്കലോ അല്ലെങ്കിൽ ഉടായിപ്പോ വേദനിപ്പിക്കുന്ന രീതിയിലോ ഒരു കാര്യവും നിങ്ങൾ ചെയ്യുന്നില്ല എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഷുവറിറ്റി ഉണ്ടെങ്കിൽ വേറെ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. മൂവ് ഓൺ ചെയ്യൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി മറ്റേ ലേഡി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആൾ പുറമെ വന്ന് പല കാര്യങ്ങളും പറയാം. ചിലപ്പോൾ ഞാനീ നിൽക്കുന്ന എന്നെ വരെ കോൺടാക്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും പറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പറയുന്ന സമയത്ത് അവരെന്തെങ്കിലും കാര്യം പുറത്ത് ലീക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി സംസാരിക്കും. പക്ഷേ അവസാനം അറ്റ് ദി എൻഡ് സത്യം മാത്രമേ വിജയിക്കൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന സോഷ്യൽ വർക്കും ചാരിറ്റിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.